അപ്പൊ ഇതെന്ത് വെറുക്ക? എന്തൊക്കെയാ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത്? അപ്പൊ റുക്കു പറഞ്ഞ പോലെ ഇത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്കുള്ള ബുക്കും പേനയും ഒക്കെ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. 20 കുട്ടികൾക്കാണ്. നമ്മൾ അംഗനവാടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന 20 കുട്ടികൾക്കാണ്. നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. 10ൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാ വർഷവും ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് നമ്മൾ ചെയ്തു തരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇതിന്റെ മുന്നിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ടാസ്ക് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുവാണ്. അപ്പം ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 10-11 ഐറ്റംസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് കാണാം. ഇതെന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് കട്ടറും റബ്ബറും ഉള്ളത്. പിന്നെ ഒരു പാക്കറ്റ് പെന്നുണ്ട്, 20 വരുന്ന ഒരു പെന്നാണ്. പിന്നെ സ്റ്റിക്കേഴ്സ്, അതുപോലെ പെൻസില്, സ്കെയില്, സ്കെച്ച്, അതുപോലെ ക്രയോൺസ്, ബോക്സ്, നോട്ട്ബുക്സ്, പിന്നെ അത് പൊതിയാനുള്ള റോൾ, പേപ്പർ റോൾ. അപ്പൊ ഇത്തരം സാധനങ്ങളാണ്. ഇത് നമ്മള് ഓരോ കിറ്റ്, അതായത് 20 കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പം 20 സെറ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ക്യാമറമാനെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ക്യാമറമാനെ എടുക്കാം. അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നാളെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് അംഗനവാടിയിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പോവാം. അപ്പം ഇന്നാണ് നമ്മൾ കുഞ്ഞു കൂട്ടുകാർക്ക് ബുക്സ് എല്ലാം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ പരിപാടിയിൽ ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ട്. നല്ല മഴയാണ് ഗൈസ്. അപ്പം ട്രാവലിങ് ബുദ്ധിമുട്ടായി. അപ്പം നമ്മൾ 2 വീലറിൽ പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. പക്ഷേ അത് ഇനി നടക്കത്തില്ല. അപ്പോൾ ഇനി ഒരു ഓട്ടോ പിടിച്ച് ഓട്ടോയുടെ അകത്ത് എല്ലാം കൂടെ കൊണ്ടുപോകാം എന്നാണ്. 2 സ്ഥലത്തേക്ക് പോകണം. 2 അംഗൻവാടിയിലൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് മെമ്പറായ അഖിൽ ഒരു ഓട്ടോയൊക്കെ വിളിച്ചോണ്ട് വന്നതിന് കോമഡി. അത് നേരെ വീട്ടിലോട്ട് ഇറക്കാനായിട്ട് റിവേഴ്സ് ഇട്ടാ അത് നേരെ ഒരു കുഴിയിൽ പോയി വീണ്. പിന്നെ അങ്ങനെ കുഴിയിൽ നിന്ന് ഒന്തി കയറ്റി ഒരു വിധത്തിൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അകത്താക്കി നേരെ ഫസ്റ്റ് അംഗൻവാടിയിലേക്ക് ചെന്നു. അത് ലഡു മാത്രം ഉണ്ടോ? എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ചെറുപ്പക്കാർ, അവർ സത്യത്തില്
എല്ലാ വർഷവും ഞാൻ അവരെ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി എല്ലാവരെയും ഞാൻ കാണുന്നത് ഈ ദിവസം ഒരുമിച്ച് കാണുന്നത്. നിങ്ങൾക്ക് സമ്മാനം കൊണ്ടുവന്ന എല്ലാ ചേട്ടന്മാർക്കും വലിയ നമസ്തേ പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്യക്തികൾ നിങ്ങളാണ് അതിന് സമ്മാനിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ അംഗൻവാടിയിലെ പരിപാടിയെല്ലാം തീർത്ത് നമ്മൾ രണ്ടാമത്തെ അംഗൻവാടിയിലൊക്കെ ഇരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു കൂട്ടുകാരനാണെങ്കിലെ ഗംഭീര കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം ഈ വർഷം SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കാൻ ചടങ്ങ് കൂടെ ഉണ്ട്. ടീച്ചറിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിലെ മുതൽ അംഗനവാടിയിൽ മുതൽ ഇവിടെ നിന്ന് പഠിച്ച് നമ്മുടെ ശ്രുതിക്കാണ് ഉന്നത വിജയം SSLC കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ ശ്രുതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി JT സനയും സ്വാഗതം ചെയ്യുന്നു. സെൻഡ് ഓഫ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സുരേഷ് സുമേഷ്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അംഗൻവാടി ടീച്ചറിനോട് ബൈയും പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തപ്പോഴും നല്ല മഴയായിരുന്നു. അപ്പം മഴയൊക്കെ ആയിരുന്നെങ്കിലും പരിപാടി ഗംഭീരമായി. ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരെല്ലാം വന്നു. നമ്മൾ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഹോട്ടലൊക്കെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത് അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പം അടുത്ത പ്രാവശ്യം ഇതിനൊക്കെ നല്ലോണം ചെയ്യണമെന്നാണ് ആഗ്രഹം. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അടിപൊളിയായിട്ട് ചെയ്തിരിക്കും അടുത്ത പ്രാവശ്യം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.